കണക്ഷൻ എടുത്ത് ഒരു ബോർഡ് പോലും വെക്കാതെ പന്നികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കെടിയൊരുക്കിയപ്പോ അതിൽ മരണപ്പെട്ടത് ഒരു പാവം കുട്ടി. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ 2 പെമ്മക്കൾക്കുള്ള താഴെയുള്ള ഒരു ആൺതരിയാണ്. ആ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത്. ഇത് എന്നിട്ട് ശേഷം ആ ഒരു വനമന്ത്രി ഉണ്ടല്ലോ നമുക്ക്, ശശീന്ദ്രൻ, ഒന്നാമത് അദ്ദേഹത്തിന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ മയക്കുവടി ഏറ്റിട്ടോന്നു. അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അദ്ദേഹം ഇത് ഗൂഢാലോചനയാണ്. ഇത് ഒരു കുട്ടീനെ കൊല്ലുക, ഗൂഢാലോചന നടത്തുക. അങ്ങനെയൊന്നും നിലമ്പൂർ ജയിക്കേണ്ട ഇതൊന്നും ഞങ്ങൾക്ക്, ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് 100% വിജയം ഉറപ്പാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ UDFന്റെ കൂടെയുണ്ട്. എന്നിട്ട് പറയാണ് ആ കുട്ടി മരിച്ചത് UDFന്റെ ഗൂഢാലോചന പാലിൽ. ഇത്രയും തരം താണില്ല. ഒരു മന്ത്രി പോട്ടെ, ഒരു പൊതുപ്രവർത്തനം ഇങ്ങനെ തരം താഴാൻ പാടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അതിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരു മന്ത്രിയുടെ ആവശ്യം എന്തിനാ? വനം മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഓരോ ആൾക്കാർ മരിക്കുമ്പോഴും അവിടെ ചെന്ന് ഇതിന് സഹായധനം പ്രഖ്യാപിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ സഹായധനം പ്രഖ്യാപിച്ച് എത്ര ആൾക്കാർക്ക് ഈ സഹായം കിട്ടിയിട്ടുണ്ട്? പലയിടത്ത് കഴിഞ്ഞ തവണ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു മലയാള യാത്രയുണ്ടായിരുന്നു. ഞാനതിൽ പങ്കെടുത്താണ്. പലയിടത്ത് അവർ പറയുന്നത് എന്താ അറിയാം, സാറേ പറഞ്ഞതിന്റെ പകുതി തുക പോലും കിട്ടിയിട്ടില്ല, ചിലർക്ക് അതും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സർക്കാർ. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാ? ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞെന്താ? ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവില് മലപ്പുറം മുഴുവൻ സ്വർണ്ണക്കടത്താണ്, ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് മലപ്പുറത്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ. അവസാനം വാർത്ത വൈറലായിട്ട് വന്നപ്പോ അത് നിങ്ങൾ നിഷേധിച്ചിട്ട് വല്ല കാര്യമുണ്ട്? പറയേണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിഷേധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിലിപ്പോ ഇലക്ഷൻ വരുമ്പോ ഓരോ നുണയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. പിന്നെ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഞാനും ബിന്ദു കൃഷ്ണയും ഞങ്ങളൊക്കെ മത്സരിച്ചവരല്ലേ? എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ അവസ്ഥ? കോവിഡാണ്, മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല, ആൾക്കാർ ഭയന്നിരിക്കുക. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയായിട്ട് വന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ. ആരാ വന്നേ? സഹകരണ വകുപ്പിലെ ഡെയിലി വേജസുകാര് എല്ലായിടത്തും വന്ന് പെൻഷൻ കൊണ്ടതാ. ഇത് പെൻഷൻ അല്ല പറയും, ഇത് പിണറായി സഖാവ് തന്നതാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് കിറ്റിയാരും എന്ത് പറഞ്ഞു? ഇതും പിണറായി സഖാവ് തന്നതാണ്. ഇതിനെയാണ് KC വേണുഗോപാൽ പറഞ്ഞത് ഇത് കൈക്കൂലി കൊടുക്കുന്ന പോലെയാ. നേരെ മറിച്ച് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ UDF സർക്കാരിന്റെ കാലത്ത് ഉള്ളതിനേക്കാൾ ഞങ്ങൾ കൂട്ടിയതാണ്. അത് കാലം മാറുന്നതനുസരിച്ച് കൂട്ടില്ലേ? ഇപ്പൊ എല്ലാവരുടെയും ശമ്പളം കൂട്ടുന്നില്ല. അതുപോലെ ക്ഷേമ പെൻഷനും കൂട്ടും. ഇനിയിപ്പോ ഞങ്ങൾ നാളെ വന്നാൽ ഇപ്പൊ 1000 കൊടുക്കുന്ന ഞങ്ങൾ നാളെ 2500 കൊടുക്കും. സംശയം എന്താ കാര്യത്തിൽ? പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലാക്കി, നിങ്ങളെല്ലാം കുടിശ്ശികയായിട്ട് വെച്ചു. ഇലക്ഷൻ വരെ 6 മാസത്തേക്ക് ഒരു കുടിശ്ശിക കൊടുക്കണം, അവസാനം ഒറ്റയടിക്കാൻ കൂടി. ആ നടപടി ശരിയല്ല എന്ന് പറഞ്ഞതിന് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരണം നടത്തും. ഇത്രയും നുണ പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇടതുപക്ഷ മുന്നണി മാറിയില്ലേ? ഇതാണ് ഈ കേരളത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു നേട്ടവും പറയാനില്ലാത്ത ഒരുപാട് പാവങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാർ. പോലീസിന്റെ ഒക്കെ അവസ്ഥ എന്താ? എല്ലായിടത്തും ഗുണ്ട വിളയാടുകയല്ലേ? ഗുണ്ട വിളയാട്ടം. ഇതിനെല്ലാം പുറമെ രാസലഹരി, കഞ്ചാവ്, മയക്കുമരുന്ന്, എത്ര സംഭവങ്ങൾ നമ്മളൊക്കെ TV കാണുന്നില്ല. മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സംസ്ഥാന സർക്കാരല്ലേ? 9 കൊല്ലമായില്ലേ ഭരണം തുടങ്ങിയിട്ട്? ഇവിടെ എക്സൈസ് വകുപ്പുണ്ടോ? അതിനെങ്ങനെയാ എക്സൈസ് മന്ത്രി പറയുന്നത്? എന്താ അറിയോ? കള്ള് ഷാപ്പുകളിൽ മികച്ച ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് മദ്യം തൊടില്ല എന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ശരിയാവുന്നത്? എക്സൈസ് മന്ത്രി പറയാണ് കള്ള് ഷാപ്പ് എന്ന ബോർഡ് വെച്ചാൽ ആൾക്കാർക്ക് കയറാനൊരു മടി, എന്നാൽ നല്ല ഭക്ഷണം അവിടെ കിട്ടും. അതുകൊണ്ട് കള്ള് ഷാപ്പിന്റെ പേര് മാറ്റി സംസ്ഥാന പാനീയ വിൽപ്പന കേന്ദ്രം എന്നാക്കാൻ പോവാം. സംസ്ഥാന പാനീയ വിൽപ്പന കേന്ദ്രം. എന്നിട്ട് അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ, നൂഡിൽസ്, മന്തി ഇതൊക്കെ കൊടുക്കാൻ പോവാം. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം,
എത്ര റെസ്റ്റോറൻറ്റുകളുണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും മറ്റേ ടൗണിലൊക്കെ. കുഴിമന്തി, തലശ്ശേരി ദം ബിരിയാണി, ഇതിൻ്റെയൊക്കെ 5 കളി ആ റോട്ടിലിറങ്ങിയ. പിന്നെ ആരെങ്കിലും കള്ള് ഷാപ്പിൽ പോകണം, നല്ല ഭക്ഷണം കഴിക്കാം. അപ്പോ മാതാപിതാക്കളും മക്കളൊക്കെ കൂടെ കള്ള് ഷാപ്പിൽ കയറുക, മാതാപിതാക്കൾ 2 സ്മോൾ അടിക്കുക, മക്കൾക്ക് ചിക്കൻ ഫ്രൈയും നൂഡിൽസും കൊടുക്കുക. എന്താ ഏർപ്പാടാണ്? പിന്നെ മന്ത്രിയാ പറയുന്നത്, മറ്റാരുമല്ല, എക്സൈസ് മന്ത്രി പറയാണ്. എന്നിട്ട് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക, മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഞാൻ പോരാണ്. ഇങ്ങനെ ഇത്രയും ഒരു അതപ്പതിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എത്ര പേരാണ് പരസ്പരം കുത്തിക്കൊള്ളുന്നത്? എല്ലാം ചെന്നെത്തുമ്പോ ഈ ലഹരിയുടെ അടിമകളാണ് കാണാം. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചല്ലേ മയക്കുമരുന്ന് വിൽപ്പന. എത്ര പേര് കൊലക്കുറ്റങ്ങൾ ചെയ്തു ഇതിന്റെ അടിമകളായിട്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഒരാള് സ്വന്തം മാതാപിതാക്കളെ കൊല്ലാൻ നോക്കി. അതിന്റെ അമ്മ രക്ഷപ്പെട്ടു, അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥലത്തില്ല, ഗൾഫിലായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. സ്വന്തം അനിയനെ കൊന്നില്ലേ? സ്വന്തം അനിയനെ തലയ്ക്ക് ചുറ്റിയടിച്ചു കൊന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കല്യാണം നിശ്ചയിച്ച ഭാര്യയെ ചുറ്റി കൊണ്ടടിച്ചു കൊന്നു. എത്ര സംഭവങ്ങൾ. നമുക്ക് സത്യം പറഞ്ഞാൽ TV പോലും നോക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ. ഇതിന്റെയൊക്കെ ഉത്തരവാദി ഗവൺമെന്റ് അല്ലേ? 9 വർഷം ഭരിച്ച ഗവൺമെന്റ് അല്ലേ? ഇന്ന് ഒഴിഞ്ഞു കാണാൻ പറ്റുമോ? അപ്പോ എല്ലാ മേഖലയിലും ക്രമസമാധാന തകർച്ച, ഗുണ്ടാവിളയാട്ടം. ഇന്നലെ കൊച്ചിയില് ഒരു കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിൽ ഗുണ്ടകളുടെ ആക്രമണം. അതാ ഇന്നത്തെ കാലത്തെ ന്യൂസ് എല്ലാ ചാനലിലും ഉണ്ട്. കുഞ്ഞുങ്ങളുടെ മാമോദിസ ചടങ്ങുകൾ പോലും ഗുണ്ടകളുടെ ആക്രമണം കാരണം അതിനെല്ലാം ഭംഗം നേരിടുന്നു. പിന്നെ എന്ത് വികസനം പറഞ്ഞിട്ടാ വോട്ട് ചോദിക്കുന്നത്? ഇപ്പൊ ഒരു ചെറിയൊരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ബന്ധം ഇപ്പൊ BJP ആയിട്ടുണ്ട്. നേരത്തെ ഇവിടെ തങ്ങള് ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനം ആചരിക്കുന്ന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം, ഭാരതത്തിലെ അമ്മയാണ്, ശരിയാ, നമ്മളൊക്കെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അമ്മയുടെ കയ്യിൽ ത്രിവർണ്ണ പതാകയല്ല, അമ്മയുടെ കയ്യിൽ RSSന്റെ കൊടിയാണ് അമ്മയുടെ രൂപത്തിൽ വെച്ചിട്ടുള്ളത്. കൃഷിമന്ത്രി പറഞ്ഞു, എനിക്കിത് വന്നിട്ട് അവിടെ വരാൻ നിവർത്തിയില്ല, അതിന് പുഷ്പാർച്ചന നടത്താൻ സാധ്യമല്ല. ഗവർണർ പറഞ്ഞു, ഇവിടെ വന്നാൽ പുഷ്പാർച്ചന നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി. അവസാനം CPIക്കാർ പ്രതിഷേധിച്ചു. പക്ഷെ മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തില്ല? വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച്, അതായത് രാജ്ഭവൻ, ആ രാജ്ഭവനിൽ ഒരു കാരണവശാലും RSS പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പാടില്ല. അതിന് പകരം ഭാരതാംബ ത്രിവർണ്ണ പതാക അതാണ് വഹിക്കേണ്ടത് എന്ന് എന്തുകൊണ്ടൊരു കത്തയക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല? ഇത് നിങ്ങൾ നമ്മുടെ ബന്ധത്തിന്റെ ഉദാഹരണമല്ലേ? ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു UDFന് കിട്ടേണ്ട ഒരു വിഭാഗം വോട്ട് അദ്ദേഹം കൊണ്ടുപോവാ, പകരം അവരുടെ കേഡർ വോട്ട് LDFന് കൊടുക്കുക. അതാണല്ലോ നിങ്ങൾ തമ്മിൽ അഗ്രിമെന്റ്. ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആരംഭമാണ് ഈ നിലമ്പൂര്. ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട്, ഈ BJP CPM അവിശുദ്ധ കൂട്ടുകെട്ട്, അതിനെ നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ നിങ്ങൾ കുഴിച്ചു മൂടണം എന്നാണ് നിങ്ങൾ അഭ്യർത്ഥിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമ്പോൾ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന്റെയും ഒരു ടെസ്റ്റ് ഡോസാണ്. അത് നിങ്ങൾ വിനിയോഗിക്കണം. 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈയടയാളത്തിൽ രേഖപ്പെടുത്തി ഷിയാരിയാർ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്തിലെ വാഹന പ്രചരണ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി സസന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം.